ചിക്കൻ ഉണ്ട് ഇന്ന് കൂടെ. ചിക്കൻ ജിത്തു ചിക്കൻ ഉണ്ട്. ചിക്കനാണ് ഇപ്പോ എന്നാ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മള് മധുരയ്ക്ക് അടുപ്പിച്ചാണ് ഇവർക്ക് ഫുഡ്. അപ്പൊ രാവിലെ ഒരു 3 മണിക്ക് പിള്ളേരെ എടുത്ത് നേരത്തെ മധുര എത്തിക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ നിൽക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മളെ കാവില് നമ്മളെ ഗജനും ബാക്കിലാണ്. ഞാനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ കുറെ ഓടി പോന്ന് അവർ രണ്ടുപേരും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഇപ്പൊ നമ്മള് മധുര ബൈപ്പാസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചോറ മധുര ബൈപ്പാസ്. ഇപ്പൊ നമ്മള് മധുര ബൈപ്പാസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ വിടല് 80 ലോക്ക് 80 വെച്ച് ക്രൂസ് കൺട്രോൾ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് നേരം കൊണ്ട് 6ാമത്തെ ഗിയറിൽ വണ്ടി ഇരിക്കണമെന്നറിയാം. ഈ ഗിയർ പോലും ഡൗൺ ചെയ്യില്ല. എന്ത് നേരം കൊണ്ട്. ഐഷാറിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ക്രൂസ് കൺട്രോൾ. നമുക്ക് സമാധാനത്തിൽ ഫ്രീ ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കാം. അത് അപ്പൊ കാര്യം നമ്മൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. എല്ലാ വീഡിയോ പോലെ ഇത് ഞാൻ വലിച്ചൊന്നും നീട്ടില്ല. ചുരുക്കി ഞാൻ ചെറുതായിട്ട് ചെയ്തു തരാം. മടുക്കാതിരുന്ന് കാണണം. ഓക്കെ. ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അനീഷണ്ണുണ്ട്, വിഷ്ണുണ്ട്, നമ്മളെ പൂരാളിയുണ്ട്. എനിക്കും പൂരിയുടെ കറി, അനീഷണ്ണ സാമ്പാർ, ഇഡലി. പൂരാളിയ ഓർമ്മയുണ്ടോ? നിങ്ങളെ ചോദിക്കോ? നമ്മള് ഇനി പിള്ളേർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് അനീഷണ്ണൊക്കെ തളർന്ന് ഫുഡ് കൊടുത്ത് തളർന്ന് കയ്യിലില്ല. ടീച്ചർമാരും ഇനി കഴിക്കാറുണ്ട്. ദേശണ്ണ റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ ഈ പണി എടുക്കണം. എക്സ്ട്രാ തരണ കണ്ട കണ്ടുണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഗജന്റെ ആളുകളാണ് മുതലാളികളാണ്. ശരിയാണ്. ഈ ട്രിപ്പിലുള്ള ഫസ്റ്റ് ഫുഡാണ്. ജിത്തുവിനെ കാണിച്ചില്ലല്ലോ. ജിത്തുവിനെ കുറെ പേരായി കാണിച്ചിട്ട്. ജിത്തു വിളമ്പണതിന്റെ തിരക്കിലായിരുന്നു. മുതലാളിയൊക്കെ കഴിക്കുകയാണ്. നിങ്ങൾ ഒരുപാടേ എടുത്തുള്ളൂ? ഇവിടെ ആവശ്യമുണ്ടാവുള്ളൂ. അനീഷണ്ണ എത്ര ആണ്? അനീഷണ്ണ നിറച്ച് വെച്ചെങ്കിൽ ഇത് ചവിട്ടി ഇടാനുള്ളതല്ലേ? ഒരുപാടേ ഉള്ളു. അപ്പൊ നമ്മള് കഴിക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ. അപ്പൊ കാഴ്ച ഗജന്റെ വണ്ടി ഇതാ കിടക്കുന്നത്. വണ്ടി ഞാൻ കാണിക്കാം. അപ്പൊ അതാ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. ധൃതിയിലാണ്. കാവൽ ഇതാ കിടക്കണ. അതിന്റെ ബാക്കിൽ എന്റെ മലാക്കുണ്ട്. നമ്മളെ ചിക്കൻ താപോണ്. ചിക്കൻ എടാ നിന്റെ പുതിയ പേരിൽ ഞാൻ വിളിച്ചോട്ടോ. അത്യാവശ്യം. ഓ കയറി വണ്ടി ഓ ക്ലാസ്സെല്ലാം അടയ്ക്കാൻ പറ. എല്ലാം നല്ല പിള്ളേർ. ഇപ്പൊ ജിത്തുവിന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ കൂടിയിട്ടുണ്ടേ. കാവിലിന്റെ വണ്ടി, ഫ്രണ്ടില് ഗജൻ, ബാക്കിൽ നമ്മ മലാക്ക്. ജിത്തു എന്നെ ഒന്ന് കൈ പിടിച്ച് കേട്ടോ. ജിത്തു ജിത്തു അയ്യോ രക്തം മുഴുവൻ നീയെ, മൊത്തം ഉലകം നീയെ, കാറ്റും തണലും നീയെ, നീയെ കത്തും മുറിവും നീയെ, എന്തെറ്റും ചെറിയും നീയെ. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? എവിടെയാണ്? നേരെ ബാംഗ്ലൂര് പറയുന്നേ അങ്ങോട്ട്. നീ ഇതില് നമ്മളെന്ന് എടുത്തിട്ടല്ലോ കാര്യം ഞാൻ പറയുന്നുണ്ട്. ആ ഇതെല്ലാം ഇടില്ല. ഇല്ല ഞാൻ ഇടല്ലെന്ന് എന്റെ പറഞ്ഞാൽ എന്തോന്നാണ് അതെ. അങ്ങനെയല്ല, ഞാൻ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പോയിട്ട് എനിക്ക് എപ്പോഴാണ് ഉറങ്ങാൻ പറ്റേ? നാളെ ബാംഗ്ലൂർ സ്റ്റേ, പിറ്റേ ദിവസം രാവിലെ എടുത്ത് ബാംഗ്ലൂർ സ്ഥലം കൂടെ കണ്ടിട്ട് നേരെ മൈസൂർ, എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തു. മൈസൂർ സ്റ്റേ. ഞാൻ അടുത്ത ദിവസം പാലസ് ഷോ കാണിച്ചിട്ട് നേരെ നൈറ്റോടെ വൃന്ദാവൻ കടയില്ല. വൃന്ദാവൻ ആദ്യം മൈസൂർ 2 ദിവസം ഉണ്ടല്ലോ. ആദ്യത്തെ ദിവസം വൃന്ദാവൻ, രണ്ടാമത്തെ ദിവസം ഷൂ പാലസ്. വൃന്ദാവൻ കാടൻ പോണം. അതുകൊണ്ടാണ് നമ്മളെ കാവിലൊക്കെ ഉള്ളതുകൊണ്ട് വൃന്ദാവൻ കാടൻ പോകണമെന്നൊരു ആഗ്രഹം. ഡ്രൈവർ സംഘം വന്നില്ല. ഇത് ഡ്രൈവർ അനീഷ്. അനീഷാണ്. കഴിക്കണം. നിങ്ങൾ മറ്റേ വ്ളോഗ് ഉണ്ടല്ലോ എല്ലാം എൻ്റെ കോമഡി. ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദം ബിരിയാണിയാണ്. ഇതാ ഗജന്റെ ഓണറാണ്.
പേര് പറയുവാട്ടാ. വിനു. ഇവരെല്ലാരെയും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളാ അറിഞ്ഞൂടാ നമ്മളെ ബ്ലോഗ് കാണാറുണ്ട്. നിങ്ങൾ അറിയായിരിക്കും എല്ലാവർക്കും. അത് വേറെ കാര്യം. വണ്ടിയുടെ ആളായുണ്ട് ജിത്തു. അവരെല്ലാം എന്തോ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അയാള് ഓർമ്മയുണ്ടോ അന്ന കാർട്ടന്റെ കൂടെ വന്ന തൊപ്പൂര് ഏറ്റവും കയറി വന്ന് ഡീസൽ അടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. നമ്മൾ ആർട്ട് ബ്ലൂവും ഇവിടെ നിന്ന് ഫില്ല് ചെയ്ത് ഡീസലും അടിച്ച്. ജിത്തു ഫുൾ ടാങ്ക് തന്നെ അടിക്കണം. കണക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് കണക്ക് എഴുതണം. 50 പൈസ പോലും വിടല്ലേ കേട്ടല്ല. ഇൻറ്റു എങ്ങനെ ഇരിക്കും? ഇൻറ്റു ഗുണനം ശരിക്കും കിടക്കൂ അല്ലേടാ, ഇരിക്കൂടാ. ഗായ്സ് അങ്ങനെ നമ്മളെ ഗജനും കാവിലും നേരത്തെ വന്ന് ഡീസൽ അടിച്ച് അവർ പാർക്കിങ്ങിൽ കിടക്കുകയാണ്. നല്ല കിടിലൻ ലുക്കിൽ കിടക്കുകയാണ് 2 വണ്ടി. ഇതാ ഈ 3 പേര് ഇവിടെ ഉണ്ട്. നമ്മൾ ഡീസൽ അടിച്ചിട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവര്. അല്ലെങ്കിൽ വേറെ തന്നെ ഞാൻ ഇപ്പം ഡീസൽ അടിച്ചിട്ട് വരും. വെയിറ്റിംഗ്. ചെറുക്കന്മാർ 2 നല്ല സൂപ്പർ ലുക്കിൽ ഇരിക്കുകയാണ്. ഇതാണ് കാവിലിന്റെ പുതിയ ആശാൻ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും. വണ്ടി വേറെ ലെവൽ ലുക്കിൽ നിൽക്കുകയാണ്. കിട്ടിലായിട്ട് നിൽക്കുകയാണ്. 2 വണ്ടി ഒരുമിച്ചിട്ടപ്പം. ഇത് പഴയ സെഡോണ്, ഇത് പുതിയ സെഡോണ്. രണ്ടും തമ്മിൽ പൊക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനാണോ പൊക്കം കൂടുതൽ? ജിത്തുവിൻ്റെ അടുത്ത് ചോദിക്കാം. ജിത്തു, നമ്മളാ പുതിയ സെഡോണും പഴയ സെഡോണും അവിടെ കിടക്കണം. എടാ ഇത് ഇപ്പോഴത്തെ ഗജൻ നമ്മളെ പഴയ സെഡോണാണ്. ഇതിപ്പോഴത്തെ BS6 കെട്ടി വന്ന പുതിയ സെഡോൺ. ഇതിലേതാണ് പൊക്കം കൂടുതലെന്ന് നിനക്ക് തോന്നുന്നത്? ഗജൻ പൊക്കം കൂടുതലല്ലേ? എനിക്കും അതാണ് എനിക്ക് തോന്നിയത്. പഴയ സെഡോണാണ് പൊക്കം കൂടുതൽ. ടോപ്പ് ലൈറ്റും പിന്നെ അവിടുത്തെ ആ എയറിൻ്റെ ആ ഒരു ക്യാപ്പ് പൊങ്ങിയിരിക്കണോണ്ടായിരിക്കുമോ? ഇല്ലേ നിനക്ക് എന്ത് തോന്നുന്നു ഇവിടെ നോക്കിയിട്ട്? അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് പൊക്കം കൂടുതൽ തോന്നുന്നത്? കമന്റ് ചെയ്യ് കേട്ടാ. തന്നെ അല്ലേടാ, നീ മേസ്ത്രിയാടാ. ജിത്തു പാലി പഴയ മേസ്ത്രിയാണ്. അവൻ്റെ അച്ഛൻ മേസ്ത്രിയാണ്. ആ കഴിവ് അവന് കിട്ടി. അവൻ ലിപ്പിൽ വെച്ചാണ് അവൻ പൊക്കം കണ്ടുപിടിച്ചത്. നീ പറഞ്ഞ കറക്റ്റ് തന്നെ. 2ന്റെ ലിപ്പ് നോക്കുകയാണെങ്കിൽ പൊങ്ങിയിരിക്കുകയാണ്. നീ എല്ലാ പൊക്കമൊക്കെ കണ്ടുപിടിക്കാം. അവൻ പൊങ്ങിയിരിക്കുന്ന എല്ലാ സാധനവും അവൻ കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരുത്തനാണ്. അതാണ് അവന് പൊങ്ങിയിരിക്കുന്ന സാധനം അവൻ നോക്കി നടക്കുക. എവിടെയാണ് പൊങ്ങിയിരിക്കുന്നത്? കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ അതീശാണ് അങ്ങ് പോയി. അലീഷാന്റെ മഷീൻ നോക്കിയാൽ പോലും കിട്ടൂല. ആ രീതിക്ക് അതീശാണ് അങ്ങ് എവിടെയായി. ഗജന കിട്ടിയോണ്ട് ഗജന്റെ ബാഗിൽ വെച്ച് വീട്. പിന്നെ ഓരക്കാരന്മാരും എല്ലാം ഉള്ള സമയമാണ് ഈ സമയം. നമ്മളെ കൊത്തൂര് കഴിഞ്ഞ് കയറാൻ പിന്നെ ഓടി നീങ്ങാൻ പാടാണ്. വണ്ടിക്കാരന്മാർക്ക് അറിയാം. നമുക്ക് കൊത്തൂര് കഴിഞ്ഞ് പിന്നെ അടുത്ത് ബാംഗ്ലൂരിലോട്ട് ഓടി നീങ്ങാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് കഷ്ടപ്പെട്ടിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഡിന്നറിന് മുന്നേ എത്തിക്കണം. പ്രശ്നമൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തിയിട്ട് വേണം കുറച്ച് നേരത്തെ എത്തിക്കണം. അതുകൊണ്ട് ഇട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗജന്റെ ഫ്രണ്ടിൽ നിന്നുണ്ട്. ഗജനെ കാണിച്ചു നോക്കാം. നല്ല ചവിട്ട് കിട്ടുന്നു. എടുത്തുകൊണ്ടിരിക്കുന്ന ജിത്തുവിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ജിത്തുവിനെ 2 ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല. ഒന്ന് പ്രകാശിൽ പോയപ്പോൾ ഉള്ളതും പിന്നെ നമ്മളെ ഭാഷേനെ കൊണ്ടുവന്നപ്പോൾ ഉള്ളതിലും ഉൾപ്പെടുത്തിയില്ല. ജിത്തു വളരെയധികം ബിസിയാണ്. കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇല്ലായിരുന്ന സമയത്ത് ഭാഷ വേറൊരാളാണ് ഭാഷേനല്ല മലാക്കിനെ വേറൊരാളാണ് കൊണ്ടുപോയത്. അപ്പം പിന്നെ ഡ്രൈവറും കിളിയും വണ്ടിയിൽ നിന്ന് മാറി എന്നാൽ ശരിയാവില്ല. വണ്ടി കിളി ഒന്നല്ലെങ്കിൽ കിളി വേണം, അല്ലെങ്കിൽ ഡ്രൈവർ വേണം. ആരെങ്കിലും ഒരാൾ വണ്ടിയിൽ വേണം. അപ്പം ജിത്തു വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി കാര്യസ്ഥനായിട്ട് വണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം സെറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അറിഞ്ഞൂടാത്ത ഒരാളെ വിട്ട് കഴിഞ്ഞാൽ അവൻ കയറി ഇതിൽ കുളം തൊട്ടി കുളമാക്കി. പിന്നെ ട്യൂണിങ്ങിന് കൊണ്ടുപോകണം, അതിന് കൊണ്ടുപോകണം, ഇതിന് കൊണ്ടുപോകണം, അങ്ങനത്തെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ജിത്തുവിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട്
അതുകൊണ്ട് ജിത്തു പ്രകാശിൽ വരാതെ വണ്ടിക്ക് വേണ്ടി ആ വണ്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജിത്തുവിനെ വ്ലോഗിൽ കൊണ്ടുവരാനോ നമ്മളെ കൂട്ടത്തിൽ കൊണ്ടുപോകാനോ പറ്റാതിരുന്നത്. ആർക്കെങ്കിലും ജിത്തു ഇല്ലാത്തതിലുള്ള വിഷമം ഉണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് കാരണം. ഓക്കെ, ബാംഗ്ലൂർ എത്തി. നമ്മളെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് കാവിലെ അവിടെ കിടക്കണം, ഗജ അവിടെ കിടക്കണം. എൻ്റെ ചെറുക്ക അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ജിത്തു താ പോവുകയാണ്. ജിത്തു എന്ത് വണ്ടിയിലേക്ക് തുടങ്ങി ഇറത്തിയിരിക്കുന്നത്? എന്താണ് പ്രശ്നം? ഇത് എന്താ? ഒന്നും ചെയ്യണ്ട. എവിടെ പോണോണ്ണാ? ഫുഡ് കഴിക്കാൻ പോണോ? എവിടെ ഹോട്ടലേത്? ഇതാണ്. ഓ ഗൈസ്, ഇതാണ് നമ്മളെ ഇന്നത്തെ ഹോട്ടൽ സ്റ്റേ. സൂപ്പ് പോടാ. ഓ കിങ് ഫിഷർ വേണോ? ഇല്ലേ? ആ ഞാൻ ഇത് കാണിക്കും. നീ കിടന്ന് രാത്രി കാണിക്കുന്ന പോക്കിരുത്തന്നെ വേണോ? എത്ര എണ്ണം വേണം? 1 2? ഗൈസ്, ജിത്തുവിന് ബിയർ കിങ് ഫിഷർ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബോസ്കോയ്ക്ക് അകത്താകുകയും ചെയ്യും. പിന്നെ ചെറിയ പ്രായത്തിൽ മദ്യം വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ഞാനും അകത്താവും. നമ്മളങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിരിച്ചുകൊണ്ട് കള്ളമൊന്നും പറയില്ല. നമ്മൾ മദ്യപിക്കാറില്ല കേട്ടോ. ഗൈസ്, ജിത്തുവിനെ വിളിക്കാൻ ആൾ വന്നു. ഗൈസ്, ഇന്നത്തെ ദിവസം നമ്മളെ പാർട്ടീനെയൊക്കെ റൂമിൽ കയറ്റി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണ്. നമ്മളെ മലാക്കത ഇവിടെ കിടപ്പുണ്ട്. ഗജന്താ ഇവിടെ ഉണ്ട്. കാവിലങ്ങ് പുറത്ത് റോഡിലാണ്. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഇനി റൂമിലോട്ട് പോവുകയാണ്. ജിത്തു വണ്ടിയൊക്കെ തൂത്തുവാരി സെറ്റപ്പ് ചെയ്തിട്ട് ജിത്തു അങ്ങ് വരും. ഞാൻ നേരത്തെ റൂമിൽ പോകുന്നു. എല്ലാവരും അവരവരെ വണ്ടി ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി വെക്കുകയാണ്. നാളെ എത്ര മണിക്ക് ചേട്ടാ? രാവിലെ 7:30. നാളെ 7:30 മണിക്ക് പോകണം ഗൈസ്. ഇന്ന് ട്രിപ്പിലെ 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പിള്ളേരൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജയസണ്ണനും അനീഷണ്ണനും ഭുവനാളി ചേട്ടനും അഭിയണ്ണനൊക്കെ ആയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പൂരിയും അഭിയണ്ണ എന്തെന്നൊക്കെ പൂരി, അപ്പം, ഈശപ്പം, മുട്ടക്കറി, കടലക്കറി, പിന്നെ അനീഷണ്ണനും അഭിയണ്ണനും ഇവിടെ കട്ടയ്ക്ക് വിളമ്പുകയാണ്. സാത്താ സ്പെഷ്യൽ വെജ്. പിള്ളേർക്കൊന്നും കഴിക്കാൻ വേണ്ട. ഏയ്, നീ എന്തിനാ ഇവിടെ നിന്ന് കറങ്ങണത്? നിനക്കിവിടെ ജോലിയൊന്നുമില്ല. സഹായിക്കണ്ട. ഇവനെ റൂമിൽ പറഞ്ഞൂടാ. റൂമിൽ പോടാ റൂമിൽ പോടാ. നീ ഇവിടെ നീ പിള്ളേരിക്കുന്നുണ്ട്. നീ കറങ്ങി. എനിക്കറിയാൻ തന്നെ. ഇതാണ് അഭിയണ്ണൻ. ഇതാണ് ഇതാണ് ജയസ്. നീ പോ. ഇവിടെ പോടാ. ഇല്ല സാധനമാണോ കഴിക്കുന്നില്ലേ? വിശപ്പുണ്ടോ? രാവിലെ പൂരിയുണ്ട്, അപ്പമുണ്ട്. എനിക്ക് പൂരി മതി. സംഭവം ബർത്ത്ഡേ ആണ്. അപ്പം അവരെ അമ്മയെ അച്ഛന് സർപ്രൈസ് ആയിട്ട് ബാംഗ്ലൂർ കേക്ക് മുറിക്കും. ട്രിപ്പിലുള്ള ഒരു പയ്യന്റെ അച്ഛനും അമ്മയും സർപ്രൈസ് ആയിട്ട് ബാംഗ്ലൂരിൽ വന്ന് കേക്ക് ഇപ്പൊ ഞാൻ കാവിലിന്റെ അകത്താണ്. നമ്മളെ കാവിൽ ഹോളിഡേസിന്റെ അസുരന്റെ അകത്താണ്. അപ്പം ഞാൻ പാട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ചേട്ടൻ്റെ അടുത്ത്, വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇട്ട് തരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇത് കേട്ടിട്ടില്ല, ഇട്ട് കേട്ടിട്ടുമില്ല, ഇന്ന് വരെ ഇട്ട് കേട്ടില്ല. അപ്പം ഇന്ന് ഇട്ട് കേൾക്കണമെന്നുള്ളൊരു ആഗ്രഹം. പറഞ്ഞപ്പോൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. നമ്മളെ പിള്ളേരൊക്കെ കാപ്പ് പിടിച്ചിട്ട് നിൽക്കില്ല. അവർ പറഞ്ഞതിന് മുന്നേ ഒന്ന് ഇട്ട് കേൾക്കണം. ഫുള്ള് നമ്മളെ കുട്ടൻസ് പൂന്ത് വിളയാടിയിരിക്കുന്ന വണ്ടിയാണത്. ഇനി ഇതിൽ നിന്ന് പിക്സൽ ചെയ്യാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എല്ലായിടവും ചെയ്തിട്ടുണ്ട്. കിട്ടില്ല നെരുപ്പ് വർക്ക്. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു. പക്ഷെ അന്ന് ഞാൻ നിങ്ങൾക്ക് പാട്ടൊന്നും ഇട്ട്
കേൾപ്പിച്ചിരുന്നില്ലല്ലോ. ഇന്ന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ ഒന്നുമില്ല. നമ്മളിതാ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ്. നമ്മളെ ജിത്ത് വിളമ്പാൻ നിൽക്കുന്നു. അഭിയണ്ണ ഫുഡ് മാച്ചോണ്ട് വരെയാണ്. പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞു. നീ ജിത്തു അച്ചാറൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് കഴിച്ചാൽ മതി. നിറച്ച് കൂടും അച്ചാറ്. വീട്ടിൽ കൊണ്ടുപോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? നിറച്ച് കൂട്. അപ്പോൾ ഗൈസ് ഞാനും അഭിയണ്ണനും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് സ്ഥലമുള്ളടത്ത് പോയി ഇരുന്നാലും. നമുക്ക് സ്ഥലമുള്ളടത്ത് പോയി ഇരിക്കാം. അഭിയണ്ണ അണച്ചോക്കിണ്ട്. നിങ്ങൾ കഴിക്കാം. വളരെ കുറച്ചാണല്ലോ നിങ്ങൾ എടുത്തത്. വളരെ കുറച്ചായിരുന്നു. ഞാൻ കുറച്ചാണ് എടുത്തത്. എനിക്ക് ഊണും കൂടെ കഴിക്കണം ഇത് കഴിച്ചിട്ട്. ഡ്രൈവറും മുതലാളിയും കണ്ട അക്ഷമരായിരുന്ന് കഴിക്കുന്നത്. നിങ്ങൾ ഊണാണ് ആ മീൻ കഴിച്ചാൽ ഒരു കായലിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ? കായൽ മീനിൻ്റെ അതാണ്. കായൽ മീൻ തന്നെയല്ലേ? നിങ്ങൾ കഴിച്ചു നോക്കിയാ മീൻ? കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ സുന്ദര അണ്ണനെ നേരാവണ്ണം വെയിലായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല മുഖമൊന്നും. അതുകൊണ്ട് ഞാൻ നല്ല ആംഗിളിൽ ഞാൻ കാണിക്കട്ടെ. നിങ്ങൾ കഴി അതിങ്ങോട്ടില്ല ആണോ? കഴി ഇവിടെ നിന്ന് കഴി. ഇവിടെ പിള്ളേർ ഇറങ്ങണ ഇവിടെ ഇറക്കണ്ടേ? ഇല്ല, ഇവിടെ ഇറങ്ങില്ലെന്ന് പറഞ്ഞു അവർ. ഇറങ്ങണ്ട. അപ്പം പെട്ടെന്ന് പോകണം. ഇവിടെ ഇറങ്ങണല്ലേ എന്ന് ഇറങ്ങണം. കിടന്ന് ഉറങ്ങണം. അതിനുവേണ്ടി ഇറങ്ങണമെങ്കിൽ ചോറും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. ഞാൻ എടുത്തോളാം. എനിക്ക് ഉറങ്ങണം. ആര് ആട്ടാണ്? നമ്മൾ ലാൽബാഗിലാണ് വന്നത്. ഈ ലാൽബാഗിൽ നിന്ന് ഇനി വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. ഇവിടെ ഫുഡ് കൊടുക്കാൻ മാത്രമാണ് വന്നത്. ഇവിടെ സ്ഥലം കാണിക്കുന്നില്ല പിള്ളേരെ. അപ്പം നമ്മൾ ലാൽബാഗിൽ സ്ഥലം കാണിക്കുന്നില്ലല്ലോ അഭിയണ്ണ. വേണ ഞാൻ ചോദിക്കണണ്ടില്ലേ? ഒരു പാവം ഇവിടെ കിടന്ന് ചോദിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇവന് എന്നാ ഇവൻ വെറും കോഴിയാണ്. ഇവനെല്ലാം ചിക്കൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗായ്സ് ഇതാണ് വിഷ്ണുണ്ണൻ. രാവിലെ പുതിയ കിളിയാണ്. മാസ് കിളിയാണ്. എവിടെ കുനിഞ്ഞ് നോക്കിയേ? ആര്? ഞാൻ അതിന്റെ കിളി. പൈസ 60 രൂപ എന്തുണ്ടാ നിനക്ക് തരണം? തേക്കാനാ നിനക്ക്? ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ആര്? നിന്റെ അപ്പം പാലീനെ വിളിക്കാം ഇനി അതൊക്കെ ചെക്ക് ചെയ്യാൻ. ഓടാ സൈഡ് നോക്കടാ പോയി. ഗൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്നോ സിറ്റിയിലാണ് നിൽക്കുന്നത്. സ്നോ സിറ്റിയും പിന്നെ ഇവിടെ വേറെ ഏതൊക്കെ ഉണ്ട്? ഫൺ വേൾഡ്. ഓ നമ്മളെ ഈ ഹാപ്പി ലാൻഡ് വണ്ടർലാൻഡ് പോലെ എൻ്റെ ചെറിയൊരു സെറ്റപ്പ് അല്ലേ നമ്മൾ കയറ്റും അതിനകത്ത്. ഗൈസ് അപ്പം ഞാൻ ഇവിടെ സ്നോ സിറ്റിക്കകത്ത് ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് കയറണമെന്ന് ഒരു ആശയുണ്ട്. പറ്റുമെങ്കിൽ ആശ ഇന്ന് എനിക്ക് തീർക്കണം. ഗൈസ് നമ്മളെ വണ്ടിയിൽ വന്ന നമ്മളെ പിള്ളേരെല്ലാവരും കൂടെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. 3 വണ്ടിയും നടുക്കെൻ്റെ മലാക്ക്. അതിലും കൂടെ എടുക്കാം പെട്ടെന്നുണ്ടോ? അപ്പോൾ ഗൈസ് ഇത്രയും പേരാണ്. എത്ര പേരുണ്ട് കേട്ടോ? 124 പേര് ആയിട്ടാണ് നമ്മൾ 3 വണ്ടിയിലായിട്ട് വന്നത്. നമ്മളെല്ലാവരും സ്നോ സിറ്റിയിൽ കയറാൻ പോയിരിക്കുകയാണ്. അപ്പം അതിനകത്ത് കയറും. ജിത്തു നിനക്ക് എന്ത് കളറാ? എനിക്ക് റെഡ്. വേരാവശ്യത്തല്ലേ തന്നെ മറ്റേ കോത്തായത്ത് വിടാൻ പോകും. വേടേ ഇത് തന്നെ നിനക്ക് ഇത് മതിയാ? ടാറിൻ്റെ പണിക്ക് പോകണം.
നമ്മളങ്ങനെ സ്നോ സിറ്റിയിലെത്തിയിരിക്കുന്നു. ഒരു രക്ഷയില്ല, പൊളി സംഭവം. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ കെണ്ടൻ തണുപ്പ്, അടിപൊളി വൈബാണ് ഇതിനകത്ത്. അങ്ങനെയോട് പോയെന്നെ അല്ലടാ, മാറിയിടല്ലേ അലീച്ചേട്ടാ, മാറിയിടല്ലേ. അതിനകത്ത് ഓ അടിപൊളിയാണ് ഇതിനകത്തും. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കയറുന്നത്. ഓ ഏയ് അടുത്ത നാലാമത്തെ ദിവസമാണ്. രാവിലെ നമ്മൾ ഊമ്പിത്തിരി കമ്പിത്തിരിയായി നിൽക്കുകയാണ് ഗായ്സ്. അനീഷണന്റെ ബുദ്ധിപരമായ നീക്കത്തിൽ ഗായ്സ് നമ്മള് നന്ദി ഹില്ലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മളെ ബാംഗ്ലൂര്. ഇവിടെ 49 സീറ്റ് ബസ് കയറില്ല. ഇവിടെ ഒരു ഗോപുരമുണ്ട്. ഞാൻ മുമ്പ് നമ്മളെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കയറി വന്ന് ഫ്രണ്ടിൽ നിന്ന് അനീഷണം കയറി കാവിലും കൊണ്ട്. അപ്പോഴേ പറയാൻ ഇങ്ങനെ ഇത് എന്തോന്ന് കാണിക്കുന്നത്, ഇവിടെ ഗോപുരവാതിലുള്ളതല്ലേ, വണ്ടി കയറൂല എന്ന് പറയും. ഇവിടെ വന്ന് നമ്മളെല്ലാവരും മുമ്പിൽ തിരിഞ്ഞ് നിന്നു. ഞാൻ അകത്ത് കയറി, എൻ്റെത് ചെറുതായതുകൊണ്ട് എൻ്റെത് കയറി. അനീഷണൻ്റെതും കാവിലും ഗജനും കയറിയില്ല. അപ്പം ഇവിടെ യൂട്ടേണിലിട്ട് തിരിച്ച് ഗജം തിരിച്ച് അടുത്തിന് രണ്ടാമത് കാവിൽ തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ ഇവിടെ വണ്ടികളെല്ലാം തടങ്ങി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് വണ്ടി വളയ്ക്കാണ്ട് പോട്ട് നിങ്ങളെല്ലാവരും കയറി പോവും, നമ്മൾ മാത്രമേ തടങ്ങിയതുള്ളൂ. അപ്പം ഞാൻ ആ ഗോപുരവാതിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. സാനോണാ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? വണ്ടിയില്ല ഗൈസ്. ഇതാ അവിടെ ഒരു ഗോപുരവാതിലുണ്ട്. ഇതാ അവിടെ ഈ കെട്ട് ചെന്ന് തീരണേൻ്റെ ആ എൻഡിൽ അവിടെ അത് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ വണ്ടി കയറൂല. 49 കയറൂല, പൊക്കം ഉള്ളതുകൊണ്ട് കയറൂല. 34 പൊക്കം കുറവായതുകൊണ്ട് ആ ഗോപുരവാതിൽ കടന്നു പോകും. സംഭവം അതാണ്. ഞാൻ കാണിച്ചു തരാം ഗോപുരവാതിൽ. ഈ ടേണിങ്ങിലിട്ടാണ് തിരിക്കുന്നത്. വന്ന് പെട്ടുപോയതാണ്. 49 ഉള്ളവർ ആരും നന്ദി ഹില്ല് എടുത്തോണ്ടെങ്കിൽ വരല് ഇവിടെ വന്ന് തേങ്ങൊട്ടി നിൽക്കും. പിന്നെ ഈ മറ്റേ നമ്മളെ പഴയ വണ്ടി തിരിച്ച് 2019 വണ്ടി തിരിച്ച്. ഇത് പുതിയ കെട്ടാണ് പ്രകാശിൻ്റെ. നീളം കുറച്ച് കൂടുതലാണ്. തിരിയോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. BS6 എന്നാലും അന്വേഷണം ട്രൈ ചെയ്യാണ്. പക്ഷെ നമ്മളെ പഴയ സഡമാണ് തിരിയൂലേ ദൈവമേ. ഒന്ന് ശകലം ബാക്ക് വെച്ച് കറക്കിക്കോ. അനീഷണ്ണൊക്കെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തിരിക്കും. ഞാനൊക്കെ ഇവിടെ വന്നിട്ടാണെങ്കിൽ പേടിച്ച് ചിലപ്പോൾ നിന്ന് പോകും. ജേസണ്ണ ആ കാറ് പിടിച്ചോ, ബാക്ക് എടുത്തിട്ടാണുള്ളത്. ഓ ഗായ്സ് അങ്ങനെ വളഞ്ഞു. ഇവിടെ ബൊഫേ സിസ്റ്റമാണ്. ഇത് ബൊഫേ സിസ്റ്റം അല്ലല്ലോ, ഇനി എന്താ പറയണ? ഇത് ടേബിൾ സർവീസാണ്. കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് കഴിക്കാനായിട്ട്. ടേബിൾ സർവീസാണ്. ഫുള്ള് സാധനങ്ങളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ നേരെ വന്നിരുന്ന് കഴിച്ചാൽ മതി. ക്യൂവോ കാര്യങ്ങളോ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ വരിക, കയറി ഇരുന്ന് കഴിക്കുക ഇഷ്ടമുള്ള ആവശ്യത്തിനടുത്ത്. ഇതെല്ലാം ജേസ് പാക്കേജ്, ജേസ് അതാണ്. ഇനി കറക്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ്. അതാണ് ജേസ്. ഗൈസ് ഈ സ്ഥലം വന്നിട്ട് ലൊക്കേഷൻ പറഞ്ഞു വിടുക കേട്ടോ. വേറെ പാക്കേജ് വേറെ മറക്കത് എടുക്കണമെങ്കിൽ ബാംഗ്ലൂർ ചെമ്പോട് എയർപോർട്ടിൻ്റെ നേരെ അടുത്ത് ഇതിഹാസ് റെസ്റ്റോറൻ്റ് ആണ്. നോക്കി വെച്ചിരുന്നോ, ഇതേപോലെ നല്ല രീതിയിൽ സർവീസ് നടത്താം.
വാങ്ങിച്ചോണ്ട് ഓടും. ഞാൻ അറിയിക്കും പലവരും ഇട്ട് ഗ്രൂപ്പ് ചേർന്ന് ഓഫാക്കും ഇറങ്ങി ഓടും. ഇന്ന് നമ്മളെ കൂടെ കാവലും ഗജനും ഉണ്ട്. നമുക്ക് അവിടെ പോയി പാട്ടൊക്കെ ഇട്ട് ഒരു സ്പിരിറ്റ് വേണ്ട, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാം അതിൽ വേണം എടുക്കാൻ. നല്ലൊരു കുമ്പോളും ചിലപ്പോ ജയിക്കും ചിലപ്പോ ജയിക്കില്ല, എന്നാലും മത്സരിക്കാനുള്ള മനസ്സ് വേണ്ടി. അതെന്റെ ചിത്തൂരുണ്ട്. ഞാൻ മാറിയേക്കും എന്റെ ചിത്തൂരുണ്ട്. അതായത് നമ്മൾ നേരെ വൃന്ദാവൻ കടൽ. അപ്പം ഇന്നത്തെ DJയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് പാർട്ടിനെ എല്ലാം റൂമിൽ കയറ്റി, നമ്മളെ പിള്ളേരെ എല്ലാം റൂമിൽ കയറ്റി. നമുക്കും പാക്കേജ് ആകുമ്പോൾ റൂം തന്ന് കിട്ടില്ല റൂം കാണിച്ചു തരാം. അല്ല കിട്ടില്ല റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പാർട്ടിക്ക് എടുത്ത് കൊടുത്തതുപോലെ അതേപോലത്തെ സെയിം റൂമാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. നമുക്ക് സീലിംഗ് ഒക്കെ നോക്ക്, കിട്ടില്ല, ഹൈ ക്ലാസ്. അപ്പം നമുക്ക് ഇന്നെത്തി നന്നായിട്ട് കിടന്നുറങ്ങാം. അപ്പം ജയസിൻ്റെ കീഴിൽ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കിട്ടില്ല റൂമിലൊക്കെ റെസ്റ്റ് ചെയ്യാം. ഡ്രൈവർമാർക്കും ഇതേപോലെ നല്ല റൂമൊക്കെ എടുത്തു തരുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ജയസിന് ആവശ്യമുള്ളവരെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജയസേട്ടൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കും. അരവിന്ദ് എന്നാണ് പേര്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ജയസ് എന്ന് വിളിക്കുന്ന ആൾ, നമ്മളെ കണ്ണാടി വെച്ച. അപ്പം പുള്ളിക്കാരനെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ട് നമ്പർ കൊടുത്തേക്കും. ആവശ്യമുള്ളവർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. പാൽകുമാർ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്നിരിക്കുകയാണ്. പാൽകുമാർ ഉറങ്ങാൻ പോവുകയാണ്. വണ്ടിയിലും ഉറക്കം, റൂമിലും ഉറക്കം, ഫുള്ള് ഉറക്കം. പിന്നെ ഇന്ന് ചിത്ത് വണ്ടിയൊക്കെ തൂത്തുവാരി കട്ടനൊക്കെ പിടിച്ചു കയറ്റി ഉത്തരവാദിത്തമുള്ളൊരു കിളിയായിട്ടാണ് വന്ന് റൂമിൽ കയറിയത്. കാവലിൻ്റെയും ഗജൻ്റെയൊക്കെ ആൾക്കാരെവിടെയാടാ? നോക്കിയിട്ട് വരാന്ന്. എന്തിന്? നിനക്കവരൊന്നും വാങ്ങിച്ചു തരുമൊന്നുമില്ല. നിനക്ക് തരാനുള്ളതൊക്കെ തന്ന് മരയ്ക്ക് വന്നാടന്ന് ഉറങ്ങും. ഇനി നിനക്കൊന്നും തരൂല. അഭിയണ്ണനും ഞാനും ജിത്തുവും ഒരുമിച്ചാണ് കിടക്കുന്നത്. ജിത്തുവിനെ നമ്മൾ ഇടയ്ക്കാണ് കിടത്തുന്നത്. ജിത്തുവിനെ ഞാൻ ശല്യം ചെയ്യൂല, അഭിയണ്ണ ശല്യം ചെയ്യൂല എന്നാണ് തോന്നുന്നത്. അഭിയണ്ണ ഉറങ്ങാവോളൂ. എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങാം. ജയസണ്ണ നല്ല കിടില റൂമൊക്കെ എടുത്ത് തന്നു. ഓക്കെ, താങ്ക് യു. ജയസ് എക്സ്പെക്ടേഷൻ സ്റ്റുഡിയോ അങ്ങനല്ലേ? അത് പറയാനാണ് പാടുന്നത്. ജിത്തു നീ ഒന്ന് പറ. ഇല്ല, ജിത്തു പറയട്ടെ. പറ. ജയസ് എക്സ്പെക്ടേഷൻ മൊത്തത്തിൽ പറയണം.
എന്താണെന്ന് പറക്ക്. അല്ലെങ്കിൽ ആ ബാത്റൂമിൽ കയറി വെള്ളം കുലിക്ക്. ഏയ് പറ ഒരുക്കി കിടന്നു. ജീവിക്കല്ല പല്ല് കമ്പ്യൂട്ടർ എടാ ഇടയ്ക്കാ നാക്കും പഠിച്ച പല്ല് തേരടാ പോടാ. ഇന്ന് ഫൈനൽ ദിവസമാണ്. ഇന്ന് നമ്മൾ 2 സ്ഥലങ്ങൾ മൈസൂരിലുള്ള ചാമുണ്ഡി ഹില്ലും മൈസൂർ പാലസും കാണിച്ച് ഇന്ന് ഇവിടെ നിന്ന് തിരിക്കും. നാളെ രാവിലെ ഡ്രോപ്പ് ചെയ്യും ആൾക്കാരെ. അപ്പം ഇന്നലെ ഞാൻ റൂമെല്ലാം കാണിച്ചല്ല, ആ റൂമിൻ്റെ ഇത് കാണിച്ചു തരാം. കെട്ടിടം നല്ല റിച്ചാണ്, കാണുമ്പോൾ തന്നെ ആ ഒരു ലുക്കുണ്ട് അതിന്. കാണ്ടില്ല കാര്യം. ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് കാണുമ്പോൾ നല്ല പ്രീമിയം ലുക്കാണ്. ഇത്രയും നല്ല ഹോട്ടലിലാണ് അവർക്ക് ചെയ്യാൻ പറ്റും. കാവിൽ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. പിള്ളേർ ലഗേജ് എല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കിഴങ്ങ് ലഗേജ് കയറ്റാതെ മാറിക്കാണ്. എന്നെ വിളിക്കും വന്ന്, അണ്ണാ അവരെ മറ്റേ പെട്ടിയാണ് അണ്ണാ ഇരിക്കുന്ന പെട്ടി, എനിക്കത് തൂക്കാനുള്ള ആംബിയർ ഇല്ല അണ്ണാ. അതുകൊണ്ട് നീ എല്ലാം കൂടെ തറയിൽ വെക്കാൻ പറയണം. എന്നിട്ട് കണക്കിന് വാരി അടുക്കി വെക്കണം. ഗായ്സ് ജിത്തുവിന് കുറച്ച് പൗരുഷം കുറവാണ്. ഗായ്സ് ജിത്തുവിന് എടാ അവിടെ വൈടാ എന്ന് പറഞ്ഞ് വപ്പിക്കാനുള്ള പൗരുഷം കുറച്ച് കുറവാണ്. ജിത്തുവിന് ചിക്കനിസം കൂടുതലുണ്ട്, പക്ഷെ പൗരുഷം കുറവാണ്. ഇഷ്ടപ്പെടണ്ട. ബാലാകോല ബാഗ് വാരി അടുക്കിയിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായിരുന്നു എടാ ബാഗെല്ലാം താഴെ വയ്യടാ ഇങ്ങനെ പറയണോ? എടാ ബാഗെല്ലാം താഴെ വേടാ ഞാൻ വാരി അടുക്കിക്കൊള്ളാം എന്ന് പറയണം. നീ നിന്റെ ഉള്ളിലുള്ള പൗരുഷം നീ വെളിയിൽ കൊണ്ടുവരണം. വെളിയിൽ വിജയിക്കിട്ട് എന്നാലും ബാഗ് മിച്ചം വരൂല്ലെന്ന്. ജിത്തു സത്യത്തിൽ ഒരു ലോല ഹൃദയനാണ്, ഒരു കോഴിയാണ്. അതിലുപരി ലോല ഹൃദയനാണ്. അവന് എൻ്റെ അടുത്ത് കിടന്ന് ചാടാനുള്ള അതേ ഉള്ളൂ, വെളിയിൽ ചെന്ന് കാണിക്കാനുള്ള അതില്ല. ഏത് അത് കണക്കിനെടുക്കണം, ഞാൻ അടുക്കി തരാം. ഓ ഗായ്സ് വന്ന് ഈ ഡെപ്പ വിളിനെ കൊണ്ട് ഞാൻ തന്നെ കിളീര പണി ഡ്രൈവറിന്റെ പണി ചെയ്യേണ്ട അവസ്ഥ വരെ. കഴിവാൻ വിളിക്കില്ലെന്നേ ഉള്ളൂ. കഴിവ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കൂല. ഞാൻ വണ്ടി കൊണ്ടിട്ട് തരാം, വേണമെങ്കിൽ കഴിവടാ, ഞാൻ പോണതാ. ഉറക്കം പറഞ്ഞ പറയും ഞാൻ പോവും. അവന്റെ ജോലിയല്ലേ കഴിവിട്ട്. ലഗേജ് വയ്ക്കാനൊക്കെ പിന്നെ ഈ തടിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോണത്. ജേസ് എന്ന് പറയുന്നത് ഇതാണ് ജേസ്. അരവിന്ദ് എന്നാണ് പേര്. ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറെല്ലാം കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടുത്തെ പിള്ളേരെ എല്ലാം ലഗേജൊക്കെ കയറ്റി സെറ്റാക്കി. ഞാനാണ് ഒറ്റയ്ക്ക് കയറ്റിയത്. ലഗേജെല്ലാം കയറ്റി സെറ്റാക്കിയതിന് ശേഷം അവിടെ നിന്ന് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമ്മളിതാ ഇപ്പോൾ ചാമുണ്ഡി ഹില്ലിൽ വെക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ആ കാവിൽ ഹൈറേഞ്ച് കയറിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കും. പിന്നെ ഹൈറേഞ്ച് നമ്മളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. നേരെ ചാമുണ്ഡി ഹില്ലാണ്. ചാമുണ്ഡി ഹില്ല് കാണിച്ച് ഇന്ന് പാലസും കാണിച്ച് നേരെ റിട്ടേൺ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചാമുണ്ഡി ഹില്ല് പർച്ചേസിൻ്റെ സ്ഥലത്താണ്. ബാക്കിലെല്ലാം പർച്ചേസ് കടകളാണ്. ജിത്തു നമ്മളെ വണ്ടിയിലിടാനായിട്ട് വാങ്ങിയ സാധനങ്ങൾ തന്നെ വില പേശി നമ്മൾ ഇത്രയും സാധനം ഒരു 450 രൂപയ്ക്ക് പല കടകളിലായിട്ട് കയറി വിലയൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇവിടെ വില പേശി വാങ്ങിച്ചാലേ കിട്ടുള്ളൂ. അവർ വന്ന ഉടനെ ഒരു നല്ല റേറ്റ് നമ്മുടെ അടുത്ത് പറയും. നമ്മൾ സംസാരിക്കുന്ന രീതി പോലെ ഇരിക്കും കിട്ടണത്. പിന്നെ അനീഷണ്ണനും അവരും നമ്മളാ ജേസൺ എല്ലാവരും ഡ്രസ്സ് അങ്ങനെ കടയിലോട്ട് ഇരിക്കുകയാണ്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുകയാണ്. ഇതാണ് നമ്മളെ ചാമുണ്ഡി ഹിൽ ടെമ്പിൾ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ വരുമ്പോൾ പാർക്കിങ്ങിൽ എനിക്കുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. കണ്ടിട്ടിയാടേ ജിത്തു അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ച്. എത്ര വട്ടം ഇവിടെ ചാമുണ്ഡിയിൽ വന്നിട്ടുണ്ട്, ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. തപ്പി നടന്ന ആൾക്കാരെ കിട്ടി, അഭിയണ്ണനെ കിട്ടി. അവരൊക്കെ എവിടെ അഭിയണ്ണ ഉദോഹിക്കുന്നു. ഇത് നമ്മളാ ചാമുണ്ഡി ഹില്ലിൻ്റെ പാർക്കിംഗ് കിടക്കുന്ന വണ്ടികളാണ്. അറിയാനുള്ള ഏതെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഞാനിങ്ങനെ ട്രിപ്പ് വരുമ്പോൾ പല വണ്ടികളെ കാണിക്കുമ്പോൾ ചേട്ടാ ഈ വണ്ടി നമ്മളെവിടെയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട്. അവർക്ക് അറിയാവുള്ളവർക്കൊക്കെ വേണ്ടി അറിയാനുള്ള വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എൻ്റെ വ്ലോഗിൽ കൂടെ. എൻ്റെ ചെറുക്കൻ തോ കിടക്കണം. അതേടാ അപ്പോഴേ അടുത്ത് നമ്മളിനി എങ്ങോട്ടാണ്? അടുത്ത് നമ്മൾ മൈസൂർ പാലസാണ് പോകുന്നത്.
മൈസൂർ പാലസ് ആയിട്ട് നമ്മൾ തിരിച്ചല്ലേ നമ്മൾ വൈകിട്ട് എന്താണ് വീട്ടിലേക്ക് അവ ഇന്ന് വൈകിട്ട് ഫുഡ് വൈകിട്ട് ഫുഡ് പോകുന്ന ഒരു വയനാട് ലക്കടി ലക്കടിയിലാണ് ഫുഡ് കൊടുക്കാൻ വൈകിട്ട്. ഇപ്പൊ നമ്മള് ചാമണ്ടിയിലും കഴിഞ്ഞ് നേരെ ഫുഡും കൊടുത്ത് മൈസൂർ പാലസിൽ വേണം. ആ ചെക്കോച്ച് വേണം നന്നാവാകും അത് ഓക്കെ ഓക്കെ. ഡ്രൈവർ സിംഗം അനീഷമ്മൻ. ചേട്ടനോട് കൊടുത്തോ ചേട്ടനോട്. ആ താങ്ക് യൂടാ. അത് ഒന്ന് മതി. അവ ഒന്നേ താങ്ങുള്ളൂ. ഇല്ല കഴിച്ചോ. അപ്പൊ കാഴ്ച അപ്പൊ നമ്മള് നേരെ മൈസൂർ പാലസിലോട്ട് പോവാണ്. കൊള്ളാമോ? മതിയോ? ഇനി വേണോ? മധുരം അവന് ഇഷ്ടമല്ല ജിത്തുവിനെ. അങ്ങനെ മധുരം കഴിക്കൂല്ലോ ജിത്തു. മധുരം ലോലിപ്പനാണ്. കൊള്ളാടാ, നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ഗായ്സ്. അപ്പൊ ജിത്തുവിന്റെ മീശ അടുത്ത വ്ളോഗിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. എന്താ ജിത്തുവില് കയറൂലേ? എടുക്കണോ എടുക്കണോടാ. എടുത്തിരിക്കും. ആ ഗായ്സ്, ജിത്തുവിന്റെ അധ്വാനിക്കുന്ന കാവിലെ പുതിയ കിളി പാവം എല്ലാരെയും വണ്ടിയിലുള്ള 20 ലിറ്ററിന്റെ ക്യാന് വെള്ളം ചുമന്നുകൊണ്ട് വരെയാണ്. വിഷ്ണുണ്ണൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ്. അപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്. നമ്മൾ പാലസൊക്കെ കാണിച്ചതിന് ശേഷം അവിടെ നേരെ ഓടി വന്ന് ഡീസൽ അടിക്കുകയാണ്. ഡീസൽ അടിച്ച് നേരെ വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് പാസ്സായി നമ്മളെ കേരളത്തിലോട്ട് പോകും. ഗജനും ഫുൾ ടാങ്ക് ഡീസലാണ് അടിക്കുന്നത്. ഗജൻ എത്ര ആയെന്ന് വെച്ചോ നോക്കാം. ഇന്ന് നിങ്ങൾ ഫുൾ ടാങ്ക് അല്ലേ? ഫുൾ ടാങ്ക് അല്ലേ ഡീസൽ ഫുൾ ടാങ്ക് അല്ലേ? ആ ഡീസൽ അടിക്കാൻ പോണേ. എത്ര ലിറ്റർ ഗജൻ? അത് കഴിഞ്ഞിട്ടോ. സ്കൂളിലെത്തി എല്ലാവരും റെസ്റ്റ് ചെയ്യണം. ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. കാവിലിപ്പോൾ പോകണം. കാവിലിന് ഇന്ന് പോയിട്ട് എന്താ പരിപാടി ഉണ്ടോ? കാവിൽ പോകണം. അത് തന്നെ കൊണ്ടുപോകണില്ല. അത് തന്നെ നമ്മൾ കൊണ്ടുപോകണം. കാവിൽ പോവുകയാണ്. ടാറ്റ. ആമാ